നീ ആരാണെന്ന് സ്വയം അങ്ങ് ആലോചിച്ച് നോക്കിയാ മതി. അത് ശരിയാ, ഞാനത് സ്വയം ഒരുപാട് ആലോചിച്ചു നോക്കി. ഒടുവിൽ അതിന് ഉത്തരം കിട്ടുകയും ചെയ്തു. എന്തുത്തരം? അന്ന് മേഴത്തൂർ സ്വാമികൾ പൂജയ്ക്ക് വന്നപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇനിയുള്ള കാലത്ത് അമരാവതിയിൽ ഐശ്വര്യം പുലരാൻ പോകുന്നത് എന്നിലൂടെയാണെന്ന്. ചേട്ടനും കേട്ടതല്ലേ അന്ന് സ്വാമി പറഞ്ഞത്? എന്താ അതിനർത്ഥം? ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു തെറ്റുപറ്റാം, പിന്നല്ലേ സന്യാസിമാർക്ക്. മേഴത്തൂർ സ്വാമികളുടെ നാമപിഴ നീ മേന്മയായി പറഞ്ഞുകൊണ്ട് നടക്കണ്ട. കരാർ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർ ജോലി ചെയ്യുന്ന വീട് സ്വന്തം വീടായി കരുതരുത്. ഒരു ജോലിക്കാരുടെ മര്യാദ നീ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ ജോലിക്കാരിയാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ വിവരക്കേട് വേറെ എന്താ ഉള്ളത്? അതെ, ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതൊന്നുമല്ല. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ മുതൽ ശിവയെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവർ ശിവയെക്കുറിച്ച് ഓരോന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പണ്ട് ഒരുപാട് കാലം ശിവ ഇവിടെയാ താമസിച്ചെന്ന് അമ്മായിയും അമ്മയും കൂടെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിന് അവൻ ഒരുപാട് കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ വീട് അവന് ഭയങ്കര ഇഷ്ടവുമാണ്. അതൊക്കെ അവന്റെ പഴയ ഓർമ്മകളാണ്. വെറുതെ അവന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അതും ഇത് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. അതല്ലല്ലോ ഹിറ്റ്ലറെ. ഇവിടെ ഉള്ളവരൊക്കെ സംസാരിക്കുമ്പോ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹിറ്റ്ലർ, നിങ്ങളെങ്കിലും സത്യം പറയണം. ശിവയെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഇവിടെ ഉണ്ടോ? ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. മുടങ്ങിപ്പോയ പൂജകൾക്ക് പരിഹാരം കാണാനാ അമരാവതിയിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അത് ചെയ്താൽ ഉടൻ മടങ്ങിപ്പോണം. ഇവിടെ പലതും കാണുകയും കേൾക്കുകയും ചെയ്യാം. ആവശ്യമില്ലാത്ത വേരുകൾ അന്വേഷിച്ചു പോകാൻ നിൽക്കരുത്. മനസ്സിലായോ? വേര് ചികയണോ പൂ പറിക്കണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്കറിയേണ്ടത് ശിവയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോന്നാ. അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും ചോദിക്കുന്നത്? മറച്ചു വെക്കാൻ എളുപ്പമാ, പക്ഷെ എത്ര മറച്ചു വെച്ചാലും ചില കാര്യങ്ങൾ മറ നീക്കി പുറത്തു വരും. ശിവയുടെ അസുഖവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെന്നോട് തുറന്നു പറയണം. അതനുസരിച്ച് എനിക്ക് അവനോട് പെരുമാറാനും സംസാരിക്കാനും അവനെ പരിചരിക്കാനും കഴിയും. പതിയെ അവന്റെ അസുഖം മാറ്റിയെടുക്കാനും സാധിക്കും. നീ ആരാ, സൈക്കാട്രിസ്റ്റോ? എന്റെ അനിയൻ അമരാവതിയിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നീ അവനെ ഈ സമയത്ത് തിരിച്ചു കൊണ്ടുവരാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി. കുറച്ചു ദിവസം കൂടി ബാംഗ്ലൂരിലെ ചികിത്സയിൽ അവൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവന്റെ ഈ അസുഖം എല്ലാം മാറുമായിരുന്നു. നീ നിർബന്ധിച്ച അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങളുടെ ആരുടെയും അനുവാദമില്ലാതെ. എല്ലാ ദോഷവും മാറ്റാനായി നടത്തിയ പൂജ അവൻ മുടക്കി. ഇപ്പൊ അതിന് പരിഹാര ക്രിയകൾ നടത്തേണ്ടി വന്നു. വന്ന ജോലി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരികെ പോവുക. അതല്ലാതെ ഇനി ഒന്നിന്റെയും പുറകെ നീ നടക്കരുത്. അവനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഉണ്ടാവും. അതിനെയൊന്നും പിന്നാലെ നീ അന്വേഷിച്ചു പോകാൻ നിൽക്കണ്ട. അതൊന്നും നിനക്ക് നല്ലതിനാവില്ല. ഹലോ ഹിറ്റ്ലറേട്ടാ, ഒന്ന് ശിവയുടെ ജീവിതത്തിൽ അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതറിയാനുള്ള അവകാശം എനിക്കുമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ശിവയുടെ ജീവിതത്തിന്റെ ദുരൂഹമായ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ഈ മണ്ണിലാ. ഇവിടെ വന്നപ്പോ മുതലുള്ള ശിവയുടെ പെരുമാറ്റം, അമ്മയുടെയും അമ്മാവന്റെയും അമ്മായിയുടെയൊക്കെ വാക്കുകൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ ശിവയുടെ ഓർമ്മകൾ മാത്രമല്ല, ശിവയുടെ സ്വപ്നങ്ങൾ കൂടി കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നുവെന്നോ. എടി ബേക്കറിക്കാരി, ഇനിയും അവന്റെ പിന്നാലെ പോയി കുഴിച്ചു മൂടിയതൊക്കെ തോണ്ടിയെടുത്ത് അവന്റെ മാനസിക നില തകരാറിലാക്കിയ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. എന്റെ ഭർത്താവിന്റെ അനിയന്റെ രോഗം മാറ്റേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം.
അത് മാറാൻ വേണ്ടി എന്ത് സാഹസവും ഞാൻ ചെയ്യും. എവിടെ വേണമെങ്കിലും കുഴിക്കും. എന്നിട്ട് എനിക്കറിയാനുള്ളതെല്ലാം ഞാൻ അറിയുകയും ചെയ്യും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ശിവയുടെ ജീവിതം ഇങ്ങനെയായതിൽ നിങ്ങൾക്കെല്ലാം പങ്കുണ്ട്. ശിവയ്ക്ക് അവനെ നഷ്ടപ്പെട്ടത് ഇവിടെ വച്ചാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഞാനത് കണ്ടെത്തി തിരിച്ചു കൊടുക്കും. ഇതെന്റെ വാക്കാ. ഹലോ അവിനാഷ്, ഞാൻ തമ്പി, പത്മനാഭൻ തമ്പി, മാഡത്തിന്റെ മാനേജരാണ്. മനസ്സിലായി. ഇത് റോക്കി, ഞാൻ പറഞ്ഞ ആയുധം. കൊള്ളാം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. അല്ല, മാഡം വരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവിടെ വരാനിരുന്നതാ. അവസാന നിമിഷം മാഡം പ്ലാൻ അങ്ങ് മാറ്റി. മറ്റൊരു ദിവസം അവിനാഷിനെ കാണാൻ മാഡം നേരിട്ട് വരാമെന്ന് സമ്മതിച്ചിരിക്കുക. എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ആരാ നിങ്ങളുടെ ഈ മാഡം? എന്താ അവരുടെ ഇൻട്രസ്റ്റ്? അപ്പം തിന്നാ പോരെ സാറേ, കുഴി എണ്ണണോ? കുഴിയെണ്ണാതെ അപ്പം നിന്നുന്ന സാറുമാരെ ഒരുപാട് തമ്പി കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ ആ ഗണത്തിൽ കൂട്ടരുത്, അതാരായാലും. അയ്യോ സാറേ, തെറ്റിദ്ധരിക്കണ്ട. മാഡം സാറിന്റെ മുമ്പിൽ നേരിട്ട് തന്നെ വരും. അപ്പൊ സാറിന് മനസ്സിലാകും എന്താ മാഡത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന്. മാഡത്തിന്റെ ചെന്നൈയിലെ ഡാൻസ് സ്കൂളിന്റെ ഇനാഗ്രേഷൻ CM ആണേ ഉദ്ഘാടനം. മാഡവും CM തമ്മിൽ അത്രയ്ക്കല്ല ബന്ധം. അതിന്റെ ഒരു എമർജൻസി മീറ്റിംഗ്, അതുകൊണ്ടാ മാഡം വരാതിരുന്നത്. വേണമെങ്കിൽ ഞാൻ ഫോൺ ചെയ്തു തരാം. വേണ്ട വേണ്ട, എനിക്ക് തന്നെ വിശ്വാസം ആടോ തമ്പി. അത് തന്നെയോ തന്റെ മേടത്തെയോ കണ്ടിട്ടല്ല, നിങ്ങളെ എന്റെ അടുത്തേക്ക് അയച്ച ആൾ, ആ ആളെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. ആ, ഇനി കാര്യം പറ. ആ ദാ, പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. നടാ, ആ പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. DK ഇത്തിരി മുറ്റിയേനോ, വെട്ടി വീഴ്ത്താൻ കുറച്ച് സമയമെടുക്കും. സോറി, നമ്മുടെ ടാർഗറ്റിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. DK അല്ല, പിന്നെ SK. ആ, കൊള്ളാവല്ലോ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ. എല്ലാവരും കൂടി പൂജയ്ക്കായി തറവാട്ടിലെത്തിയിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് തന്നെ കാര്യം നടക്കണം. അവനെ തീർക്കണം. തന്റെ മേഡത്തിന് വിവരങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് എവിടുന്ന് കിട്ടുന്നതോ? മാഡത്തിന് അതിനുള്ള നെറ്റ്വർക്ക് ഉണ്ട് സാറേ. ഓക്കെ, ഞാൻ ഏറ്റ കാര്യം ഞാൻ നടത്തിയിരിക്കും. അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കൊരു നല്ല വാർത്ത കേൾക്കാം. അപ്പൊ പൊയ്ക്കോ, താൻ പോയി തന്റെ മാഡത്തോട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോളാൻ പറ. ഓ, സന്തോഷം. ശരി എന്നാ. ആയിക്കോട്ടെ.
പത്മനാഭൻ തമ്പി, മാനേജർ. SKയെ തീർക്കണം. മാഡത്തിന് വേണ്ടി. കൊള്ളാം. ആരായിരിക്കും ഈ മാഡം? ചെന്നൈയിൽ CM ഉദ്ഘാടനം ചെയ്യുന്ന ഡാൻസ് സ്കൂൾ. ആകെ കൂടെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. വരട്ടെ, കാണാം. പോലീസുകാരനോട് കളി. റോക്കി, അവനെ തീർത്തേക്കണം. നിന്നെ കൊണ്ട് സാധിക്കുമല്ലോ അല്ലേ? ജയിലിൽ കിടന്ന എന്നെ പുറത്തിറക്കിയത് സാറാ. കേസിൽ നിന്ന് ഊരി തന്നു. ആ നന്ദി ഞാൻ കാണിക്കും സാറേ. മാഡം വരും. എന്റെ മുന്നിലെ മാഡവും വരും. കറി ഒഴിക്കട്ടെ? ഒഴിച്ചോ. കുറച്ചുള്ള ഇതിലൊഴിക്കും. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും. അതിനെന്ത് വേണമെന്ന് മായച്ച് പറയുന്നത്? ഗോകുലിന്റെയും ബാലുവിന്റെയും അഭിപ്രായം എന്താ? എന്താ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എല്ലാരും കൂടെ എന്ത് തീരുമാനം എടുക്കുന്നോ ഞാൻ അതിനോടൊപ്പം നിൽക്കും. നമുക്ക് എല്ലാവർക്കും സ്വന്തമായ ഒരു ജീവിതം ഉണ്ടായേ പറ്റൂ. അത് നടക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഇവിടുന്ന് മാറി താമസിക്കണം. ഈ വീട്ടിലെ സകല സ്വത്തുക്കൾക്കും നേരെ അവകാശിയാണ് SK. മുൻപേ മരിച്ചുപോയതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രല്ല, വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച ആളല്ലേ. അതുകൊണ്ട് വിൽപത്രത്തിൽ പേര് കാണാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. ചിത്ര എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? നേരത്തെ പറഞ്ഞാലും സംശയമുള്ളവര് DKയോട് നേരിട്ട് ചോദിക്കണം വിൽപത്രത്തിൽ എന്താ ഉള്ളതെന്ന്. അതിനുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എനിക്കൊരു കാര്യം വിശ്വാസമുണ്ട്. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപേ DKയോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതും സംരക്ഷിച്ചതും. നന്ദി വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ DK കൈവെള്ളയിലെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ കുടുംബം തല്ലി പിരിക്കാതിരിക്കാനെങ്കിലും നോക്കണം. അത്രയും മാന്യതയെങ്കിലും കാണിക്കണം. ബാലു, നീ അവളെ പറഞ്ഞനുസരിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. ഞാനൊരു കാര്യം പറയട്ടെ. പറയ് ഗോകുൽ. നമുക്ക് കിട്ടാനുള്ള സ്വത്തിന്റെ ഭാഗം ചോദിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. എല്ലാം നടക്കും. പക്ഷേ നിങ്ങൾ നേരെ നിൽക്കണം. അവരവർക്ക് കിട്ടാനുള്ള ഷെയർ ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് വന്നാലുടനെ ഈ വിഷയം അവതരിപ്പിക്കണം. DKയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇനിയെങ്കിലും നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്തായാലും DK തിരിച്ചു വരട്ടെ. കുടുംബസ്വത്തിന്റെ ഷെയർ ചോദിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. എന്തായാലും നമ്മുടെ അമ്മയുടെ സ്വത്ത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അവസാനം DKയുടെ മുന്നിൽ ചെല്ലുമ്പോ മുട്ട വരയ്ക്കാതിരുന്നാ മതി. അവരെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം.
പക്ഷേ ചിത്രയെ സൂക്ഷിക്കണം. അത് ഞാനേറ്റു. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. പരിഹാരക്രിയകള് കുടുംബക്ഷേത്രത്തില് മാത്രം പോരാ. നിങ്ങൾ തിരിച്ചു വരുമ്പോ ഇവിടെയും വേണ്ടിവരും. ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ എന്തിനാ ശിവ ഇത് ഓഫ് ചെയ്തേ? നല്ല പാട്ടായിരുന്നു. എനിക്കിഷ്ടമല്ല. അതിന് ശിവയല്ലല്ലോ, ഞാനല്ലേ കണ്ടുകൊണ്ടിരുന്നേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു അത്. അത് വയ്ക്ക ശിവ. ശിവ അത് വയ്ക്കാനാ പറഞ്ഞത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശിവക്ക് ഇഷ്ടമല്ലെങ്കിൽ ശിവ കാണണ്ട. കാണുന്നവരെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? എത്ര നല്ല പാട്ടായിരുന്നു എന്നറിയോ? എനിക്കിപ്പോ കണ്ടേ പറ്റൂ. ഞാൻ വെക്കും. ഇങ്ങ തന്നെ തരാൻ താ. മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനം. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. പൊട്ടിപ്പോയല്ലോ. സാരമില്ല, നമുക്ക് നാളെ വേറൊരു റിമോട്ട് വാങ്ങിക്കാം. എന്തിനാ അമ്മാവ ശിവ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ശിവയെ എന്തൊക്കെയോ അസ്വസ്ഥനാക്കുന്നുണ്ട്. അമ്മാവൻ നേരത്തെ മുറ്റത്ത് വെച്ച് ശിവയോട് പറയുന്നത് കേട്ടല്ലോ, അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലാന്ന്. അത് ആരെ കുറിച്ച് അമ്മാവൻ പറഞ്ഞു? അല്ല, അത് പിന്നെ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോക്കാൻ അങ്ങനെ തോന്നിയതായിരിക്കും. അല്ല, അമ്മാവൻ പറഞ്ഞു. അതാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, അവന് ഇവിടെ കുറെ ആവശ്യമില്ലാത്ത കമ്പനികൾ ഉണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് പറഞ്ഞത്. കള്ളം പറയല്ലേ അമ്മാവ. എനിക്കറിയാം ശിവയ്ക്ക് വിഷമം തട്ടുന്ന ഓർമ്മകൾ തന്നെയാ ഇവിടെ ഉള്ളതെന്ന്. ആ ഓർമ്മകൾക്ക് പിന്നിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ദയവ് ചെയ്ത് അമ്മാവൻ അത് എന്നോട് പറയണം. അമ്മാവ പ്ലീസ്. അത് പിന്നെ ശിവയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന വിവരങ്ങളാണ് അതെങ്കിൽ അമ്മാവൻ അത് എന്നോട് പറയണം. അമ്മാവൻ പറഞ്ഞേ പറ്റൂ. എന്തൊക്കെയോ ഓർമ്മകൾ ശിവയ്ക്ക് ഇവിടെ ഉണ്ട്. അമ്മയോ അമ്മാവനോ അമ്മായിയോ ഒക്കെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇപ്പൊ ശിവ എന്നോട് ദേഷ്യപ്പെട്ട് ആ റിമോട്ട് ഉടച്ചു കളഞ്ഞു. അതിന് പിന്നിലും ആ കാരണം തന്നെയാ. എനിക്കറിയാം ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ശിവയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് അമ്മാവൻ എന്നോട് പറഞ്ഞേ പറ്റൂ. അത് പിന്നെ മോളെ, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അമ്മാവ, അറിയാവുന്ന കാര്യങ്ങൾ അമ്മാവൻ എന്നോട് പറഞ്ഞ പഴയ ശിവയെ ഞാൻ എല്ലാവർക്കും തിരിച്ചു തരും. ഇല്ലെങ്കിൽ ശിവ എന്നും ഇതുപോലെ മാനസിക പ്രശ്നമുള്ള ഒരാളായി ജീവിക്കും. പറ, അമ്മാവൻ എന്താ വേണ്ടേ? പഴയ ശിവയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണോ അതോ ഭ്രാന്തനായി തന്നെ ജീവിക്കണോ? അതിന് അവൻ പഴയ ശിവയായിട്ട് തിരിച്ചു വരുന്നത് തന്നെ എനിക്കിഷ്ടം.
പണ്ടൊക്കെ അവൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നറിയാമോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. എന്റെ വിരലിൽ തൂങ്ങി നടന്നവനാ. ഇപ്പോ അവൻ എന്നെ നോക്കുന്നത് പോലും എനിക്ക് പേടിയാ. അവൻ പഴയതുപോലെ സന്തോഷത്തോടുകൂടി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കുഞ്ഞെ. അമ്മാവ, പഴയ ശിവയെ ഞാൻ അമ്മാവന് തിരിച്ചു തരും. പക്ഷെ ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. അത് അമ്മാവൻ എന്നോട് പറഞ്ഞു തന്നേ പറ്റൂ.